നമ്മുടെ നാട്ടിൽ വളരെ സാധാരണയായിട്ട് കാണുന്നൊരു പ്രശ്നമാണ് ശരീരം മുഴുവൻ വേദനയായിട്ട് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അതായത് എവിടെയാണ് വേദന എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ടൊരു സ്ഥലം പറയാനുണ്ടാവില്ല. ശരീരം മൊത്തം വേദനയാണ്. എന്നാലോ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, കുറേ ഡോക്ടർമാരെ കാണിച്ചു, വലിയ കെട്ടുമായിട്ട് നമ്മൾ ഇത്രയും വലിയ കെട്ടുമായിട്ടാണ് ഈ ഒ പിയിലേക്കൊക്കെ വരിക. കാരണം എന്ന് വെച്ചാൽ അവർക്കൊരു ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ടെസ്റ്റുകളിലൊന്നും കാണാനില്ല. എന്നാൽ അവരുടെ വേദന മാറുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, എപ്പോഴും ക്ഷീണമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇത് ഭയങ്കര കോമൺ ആയിട്ട്, ഇത് വളരെ അപൂർവമായിട്ടുള്ള സംഭവമല്ല. ഇത് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഒ പിയിൽ വരുന്ന ഒരു വിഭാഗം ആളുകളുടെ പ്രശ്നമാണ്. അപ്പോൾ എന്താണ് ഈ അസുഖം? സാധാരണ ഫൈബ്രോമയാൽജിയ എന്നറിയപ്പെടുന്ന ഒരു അസുഖത്തിൻ്റെ പ്രശ്നങ്ങളാണിതെല്ലാം. അപ്പോൾ എന്താണ് ശരിക്കും ഫൈബ്രോമയാൽജിയ? എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? എന്തൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ നിഷാദ്, കൺസൾട്ടൻറ്റ് പെയിൻ ഫിസിഷ്യൻ, കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, കോഴിക്കോട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ, ഫൈബ്രോമയാൽജിയ തന്നെ ചിലപ്പോൾ പേര് പലരും കേട്ടിട്ടുണ്ടാവും. ചില ആളുകൾ ചിലപ്പോൾ ഇതുവരെ എന്താണ് സംഭവം എന്ന് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ശരീരം മൊത്തത്തിൽ വേദനയാണ്. ശരീരം മൊത്തത്തിൽ പറഞ്ഞാൽ ആദ്യം ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാകുക നടുവേദനയോ അല്ലെങ്കിൽ കഴുത്തുവേദനയായിട്ട് തുടങ്ങിയതായിരിക്കും. കുറച്ച് കാലം കഴിയുമ്പോൾ, ഒരു കൊല്ലോ 2 കൊല്ലം കഴിയുമ്പോൾ മെല്ലെ മെല്ലെ അത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗത്തേക്ക് സ്പ്രെഡ് ചെയ്തു. പിന്നെ ശരീരം മൊത്തത്തിൽ വേദനയായി. അപ്പോൾ വേദന എല്ലാ സമയത്തും ഒരു അസഹനീയമായ വേദനയായിരിക്കും. അതുപോലെ തന്നെ കാര്യങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിലെ ജോലികളൊക്കെ അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു എനർജി ഉണ്ടാവില്ല, ചെയ്യാനുള്ളൊരു ശക്തി ഉണ്ടാവില്ല. അതുപോലെ രാവിലെ എണീറ്റ് വരുമ്പം മൊത്തത്തിലൊരു സ്റ്റിഫ്നെസ് ആയിരിക്കും, ശരീരത്തിലൊരു പിടുത്തം. അപ്പോൾ രാവിലെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കിട്ടാനൊരു ബുദ്ധിമുട്ടായിരിക്കും, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും. അപ്പോൾ കൂടാതെ എല്ലാ സമയത്തും ക്ഷീണം. അപ്പോൾ എന്ത് ചെയ്താലും കുറച്ചൊന്നും ജോലി ചെയ്താൽ ക്ഷീണം ഉണ്ടാവും. അപ്പോൾ രാത്രി കൃത്യമായിട്ട് അവർക്ക് ഉറക്കം കിട്ടില്ല. രാത്രി ഉറക്കം കിട്ടില്ല എന്ന് പറഞ്ഞാൽ രാത്രി കിടന്നു കഴിഞ്ഞാൽ തിരിഞ്ഞും മറിഞ്ഞും കുറേ കിടന്ന് കുറേ കഴിഞ്ഞിട്ടാണ് ഉറക്കം വരിക. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു ഒരു റിഫ്രഷ് ആയിട്ട് എണീക്കാൻ പറ്റില്ല. അപ്പോൾ ഉറക്കം കംപ്ലീറ്റ് ആകാത്ത ഒരവസ്ഥ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് അവരുടെ സിംറ്റംസ്. കാരണം വേദനയ്ക്ക് ഒരു പ്രത്യേക ഒരു ലൊക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ മൊത്തത്തിൽ കഴുത്തിന് വേദനയുണ്ടോ? കഴുത്തിന് വേദനയുണ്ട്, തലവേദനയുണ്ട്, നടുവേദനയുണ്ട്, 2 കൈയിലേക്കും കാലിലേക്കും വേദനയുണ്ട്, മൊത്തത്തിലൊരു അസ്വസ്ഥതയുണ്ട്. ഇതെല്ലാമാണ് സിംറ്റംസ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഇതിൽ പ്രധാനമായിട്ടും ഇവരുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് വെച്ചാൽ, പൊതുവെ എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഫൈബ്രോമയാൽജിയ എന്ന് പറയുമ്പോഴുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് രോഗിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ, രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വേദന മാറുന്നില്ല, രണ്ടാമത്തെ ഇവർ പറയുന്നത് മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നില്ല. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പോൾ ഭാര്യ ആണെങ്കിലും ഒക്കെ സാധാരണ ഇത് കോമൺ ആയിട്ട് വരുന്ന സ്ത്രീകളിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ സ്ഥിരമായിട്ട് വേദന വേദന എന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരുടെ ഇവരെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അവരെ മറ്റുള്ള കംപ്ലയിൻറ്റ്. കാരണം ഒരു ഹസ്ബൻഡ് എന്നുള്ള രീതിയിൽ അവരെന്താ ചെയ്യുക, അവർ ഡോക്ടറെ പോയി കാണിക്കും. ഡോക്ടർ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയും. അപ്പോൾ എല്ലാ ടെസ്റ്റിലും നോർമലാണ്, ഇതെന്ത് പെയിനാണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ അത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അടുത്തുനിന്നും അല്ലെങ്കിൽ മറ്റുള്ള കുടുംബത്തിലുള്ള വീട്ടുകാർ, ഉമ്മ വാപ്പയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ നിന്നൊക്കെ ചോദ്യം വരും. കുറച്ച് കഴിയുമ്പോൾ ഇതെന്താ നിൻ്റെ അസുഖം മാത്രം മാറാത്ത, ഇതെന്തൊരു അസുഖമാണോ, എന്തെങ്കിലും കാണാത്തൊരു അസുഖം എന്താണെന്നുള്ളൊരു ചോദ്യം വരും. അപ്പോൾ പ്രധാനമായിട്ടും ഈ രോഗികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം ഇതാണ്. അതായത് ഈ അസുഖം, ഇവർ പറയുന്ന അസുഖം മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ അത് വിശ്വസിപ്പിക്കാൻ അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാൻ അവരുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു വിഷമം ഉണ്ടാക്കുന്ന സംഭവം. അതുതന്നെയാണ് ഇതിലെ ഒരു സാഡായിട്ടുള്ളൊരു പാർട്ടും അതുതന്നെയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഇവർ സാധാരണ ഉള്ള ടെസ്റ്റുകളിലൊന്നും ഇവർ അസുഖം കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു പ്രശ്നം ഇവർ അനുഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സാധാരണ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ കുറേ മരുന്ന് കഴിക്കുമ്പോൾ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ ഒരു സമാധാനം ഉണ്ടാകും, പക്ഷേ എന്നാലും അവർക്കൊരു അസുഖം മാറുന്നില്ല. ഇതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നമുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇത് 3 കാരണങ്ങൾ വരുമ്പോൾ തന്നെ ആളുകൾ പൊതുവേ മാനസികമായി ഡൗൺ ആവും. അതായത് എൻ്റെ അസുഖം മാറുന്നില്ല, എനിക്ക് സ്ഥിരമായിട്ടുള്ള വേദനയാണ്, ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടില്ല, സോഷ്യൽ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അത് ഭയങ്കരമായിട്ട് തളർത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അത് തന്നെയാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഫൈബ്രോമയാൽജിയ എന്ന അസുഖം പറയുന്നത് എന്ന് വെച്ചാൽ, ശരീരത്തിലെ എല്ലാ ഭാഗത്തും 4 ഭാഗത്തും 4 ക്വാഡ്രന്റിൽ വേദന വരണം. അത് 3 മാസത്തിൽ കൂടുതൽ കുറച്ച് കാലങ്ങളായിട്ട് നിലനിൽക്കണം. പിന്നെ അത് കൂടാതെ നമുക്ക് ഒരു ക്ഷീണം, ഒരു മൊത്തത്തിലൊരു ഫറ്റീഗ്, അത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ നമുക്ക് മറ്റുള്ള പറയത്തക്ക രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ഫൈബ്രോമയാൽജിയ എന്ന ഡയഗ്നോസ് നമ്മൾ ചെയ്യുന്നത് ആ ഒരു സമയത്താണ്. അപ്പോൾ ഫൈബ്രോമയാൽജിയ ഉള്ള ആളുകൾക്ക് നമുക്ക് അസുഖം കണ്ടുപിടിക്കാൻ പ്രത്യേകിച്ച് ടെസ്റ്റുകളൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വാദസംബന്ധമായ ചില അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ശരീരം മൊത്തത്തിൽ വേദന വരും.
അപ്പോൾ അത് വാദസംബന്ധമായ അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുവരുത്തന്നെ വാദത്തിൻ്റെ ടെസ്റ്റ് ചെയ്യണം. അതുപോലെ കഴുത്തിൻ്റെ നടുവിലൊക്കെ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള ഞരമ്പ് കംപ്രസ്സായി അവിടെ വേദന ഉണ്ടാവാം. അപ്പോൾ അത് ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തന്നെ അതിൻ്റെ സ്കാനിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരും. അങ്ങനെ ഓരോ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ശരീരത്തിലെ ഒരു ഫോസ്ഫറസ് കുറവാണ്, കാൽഷ്യം കുറവാണ്, വൈറ്റമിൻ ഡി കുറവ്, അങ്ങനത്തെ എന്തെങ്കിലും കുറവ് കാരണം എല്ലിന് ബലം കുറഞ്ഞിട്ടുള്ള പെയിനാണ്, അപ്പോൾ ശരീരത്തിൽ പെയിൻ വരാം. അപ്പോൾ അത്തരത്തിലുള്ള ചെയ്യണ അതിൻ്റെ ടെസ്റ്റുകൾ ഫോസ്ഫറസ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വൈറ്റമിൻ ഡിയും കാൽഷ്യവും ഒക്കെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഫൈബ്രോമയാൾജിയ ഇന്ന് ആണ് എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ സാധാരണ ഇതുള്ള ആളുകൾക്ക് ഒരുപാട് ടെസ്റ്റ് ചെയ്യും. കാരണം എവിടെ ഏത് ഡോക്ടറെ കാണിക്കാൻ പോയാലും ശരീരം മൊത്തത്തിൽ വേദനയാണെന്ന് പറയുന്നപ്പോൾ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യും. ആ ടെസ്റ്റുകൾ ചെയ്യുന്നതെല്ലാം മറ്റുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. ഈവൻ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മറ്റുള്ള ഞാൻ പറയാൻ വിട്ടുപോയ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള രോഗികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റുള്ള പേടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ക്യാൻസറോ മറ്റോ ആണോ എന്നുള്ളതാണ്. കാരണം ഇത് ഒരു ടെസ്റ്റിലും കാണാനും പറ്റുന്നില്ല, പെയിന് മാറുന്നില്ല, അത്തരത്തിലൊരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാവർക്കും ഒരു പേടിയാണ്, ഇതൊരു ക്യാൻസർ മറ്റോ ആണോ എൻ്റെ അസുഖം. അപ്പോൾ അത് മറ്റൊരു പ്രശ്നമാണ്. അപ്പോൾ ടെസ്റ്റുകളിൽ കാണാത്തതുകൊണ്ട് അങ്ങനെ ഒരു പേടി കൂടി ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഫൈബ്രോമയാൾജിയ പറഞ്ഞ അസുഖത്തിന് നമുക്ക് ഈ ഒരു ടെസ്റ്റുകളിലൊന്നും ഒന്നും കാണാനുണ്ടാവില്ല. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ടെസ്റ്റുകൾ നോർമൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫൈബ്രോമയാൾജിയ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് വാദസംബന്ധമായ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് ടെസ്റ്റുകൾ നോർമൽ എന്ന് പറയുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഫൈബ്രോമയാൾജിയ നമുക്ക് ക്ലിനിക്കലി ഈ പറഞ്ഞ കുറേ പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് മനസ്സിലാകുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ ഫൈബ്രോമയാൾജിയ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. അപ്പോൾ അസുഖം ഇതാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടാകുക. ഈ പേര് എന്ത് തന്നെയാണെങ്കിലും അസുഖം ഇത് ലക്ഷണങ്ങൾ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ശരീരം മൊത്തം വേദനയാണ്, ക്ഷീണമാണ്, തലവേദന ഉണ്ടാവും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ഘടകം വയറിനെ ബാധിക്കും. വയറിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അസിഡിറ്റി ഇഷ്യൂസ് ഉണ്ടാകും. അത് എപ്പോഴും തികട്ടി വരിക, അല്ലെങ്കിൽ വയറിന് അസ്വസ്ഥത, പുകച്ചിലുണ്ടാവുക. പിന്നെ അതിന് തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് എൻഡോസ്കോപ്പി വരെ ചെയ്തൊന്നും കാണാനുണ്ടാവില്ല. അതിലും ടെസ്റ്റുകളിലൊന്നും ഉണ്ടാവില്ല. പിന്നെയുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ മൂത്രക്കടച്ചിലാണ്. അത് ഇടയ്ക്കിടയ്ക്ക് മൂത്രത്തിൽ ഇൻഫെക്ഷൻ വരും. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിരിക്കും. അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ യൂറിന് ഈ പെയിന് വരിക, അതുപോലെ തന്നെ ഈ വയറ്റിൻ്റെ അസ്വസ്ഥത, ഗ്യാസിൻ്റെ പ്രശ്നം വരിക, ഉറക്കമില്ലായ്മ വരിക, ഭയങ്കരമായിട്ട് ആങ്സൈറ്റി, ഡിപ്രഷൻ, അത് രണ്ടും ഇതിൻ്റെ കൂടുതലുണ്ട്. അതായത് ഭയങ്കര കുറച്ച് കാലം പെയിന് നിലനിൽക്കുന്നതുകൊണ്ട് മാറുന്നില്ലല്ലോ എന്നുള്ള പ്രശ്നങ്ങൾ കാരണം അവരറിയാതെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതും അതിൻ്റെ പാർട്ട് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു അസുഖത്തിനാണ് ഫൈബ്രോമയാൾജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ആ അസുഖത്തിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ സംഭവിക്കുക വെച്ചാൽ വയറിന് ഗ്യാസ്ട്രോനെ കാണിക്കുന്നുണ്ടാവും, മൂത്രത്തിൻ്റെ പ്രശ്നത്തിൽ യൂറോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ടാവും, തലവേദനയ്ക്ക് ഇത് ന്യൂറോളജിസ്റ്റിനെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ മൊത്തം പെയിന് വേറെ ആളെയും കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ശരിക്കും ഈ രോഗി പല സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് ഇങ്ങനെ ഓരോ അസുഖത്തിനായിട്ട് കാര്യങ്ങളും ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒറ്റ അസുഖത്തിൻ്റെ ഭാഗമാണെന്നുള്ള അവർക്ക് പലപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇത് ഫൈബ്രോമയാൾജിയ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ മെക്കാനിസം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവും. എന്ന് വെച്ചാൽ നമുക്ക് ഇതാണ് നമ്മളെ അസുഖം, അത് പ്രശ്നമുള്ള അസുഖമല്ല, പേടിക്കാനുള്ള അസുഖമല്ല, അങ്ങനെ ഒരു ജീവന് ഭീഷണിയായിട്ടുള്ള അസുഖമല്ല ഫൈബ്രോമയാൾജിയ. പക്ഷേ നമുക്ക് എപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന, ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇതിന് നമുക്ക് മെയിൻ മെക്കാനിസം എന്താണെന്ന് വെച്ചാൽ ഫൈബ്രോമയാൾജിയ മസിൽസിൻ്റെ പെയിൻ അല്ല. ബേസിക്കലി അതൊരു ന്യൂറോളജിക്കൽ ഡിസീസാണ്. അതായത് ഞരമ്പിൻ്റെ ഭാഗത്തുണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ തലച്ചോറിലും അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ടാകുന്ന കെമിക്കൽ ചേഞ്ചസ് കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൾജിയ. അത് കുറേ കാലമായിട്ട് വേദന സഹിച്ചുകൊണ്ട് ആ ഭാഗത്തുണ്ടായ മാറ്റങ്ങൾ സെൻസിറ്റൈസേഷൻ എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പോൾ ആ സെൻസിറ്റൈസേഷൻ വന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് ഫൈബ്രോമയാൾജിയ. അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ സെൻസിറ്റൈസേഷൻ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അതായത് തലച്ചോറിലും സ്പൈനൽ കോഡിലും ഉണ്ടായ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. അല്ലാതെ മസിൽസ് നമ്മൾ എപ്പോഴും ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് മസിൽസ് റിലാക്സ് ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് പെയിന് മാറില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് വേണ്ടി വരിക പലപ്പോഴും മെഡിക്കേഷൻ വേണ്ടി വരും. അതായത് ഈ സ്പൈനൽ കോഡിലും ബ്രെയിനിലും ഉണ്ടായ ചേഞ്ചസ് മാറ്റാൻ വേണ്ടി നമുക്ക് മെഡിസിൻസ് എടുക്കാം. അതിന് മെഡിസിൻസ് ഉണ്ടാവും, അത് കഴിക്കാം. മെഡിസിൻ എടുത്തിട്ട് കുറവില്ലാത്ത ആൾക്കാർക്ക് ഇഞ്ചക്ഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവും, അത് ചെയ്യാം. അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് അതൊന്ന് കൺട്രോൾ ചെയ്യുക. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ള ഈ മസിൽസ് എല്ലാം ടൈറ്റായി കിടക്കുന്ന അല്ലെങ്കിൽ സ്പാസത്തിൽ വരുന്ന മസിൽസ് നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മയോഫേഷ്യൽ റിലീസ് അല്ലെങ്കിൽ മയോതെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മസിൽസ് എല്ലാം നമുക്ക് ആ ഫേഷ്യയും മസിൽസ് എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി വരെ ആ മസിൽസിൻ്റെ പെയിന് കുറച്ച് കുറവുണ്ടാവും. അത് ഇതിൻ്റെ കൂടുതൽ നമ്മൾ ഫിസിയോതെറാപ്പിയിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ ഇതിൻ്റെ കൂടുതൽ ആഡ് ചെയ്യണം. അപ്പോൾ മെഡിസിൻ മാത്രം എടുത്തുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫിസിയോതെറാപ്പിയും ഇത്തരത്തിലുള്ള കാര്യങ്ങളും മയോതെറാപ്പിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നെ അതുകൊണ്ട് തീരുന്നില്ല. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്കോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ടാവും. സൈക്കോളജി പറഞ്ഞാൽ ഈ
ഇവരുടെ പലപ്പോഴും ആൾക്കാർ ഇത് സൈക്കോ ആണെന്ന് പറയും. കാരണം വെച്ചാൽ പെയിന് ടെസ്റ്റുകളൊന്നും കാണാത്തതുകൊണ്ട്. പക്ഷെ അത്തരത്തിലല്ല നമ്മളിവരെ കണക്കാക്കേണ്ടത്. ഇത് ഈ അസുഖത്തിൻ്റെ ഭാഗമായിട്ട് കുറേ കാലം പെയിന് കൃത്യമായിട്ട് ക്രോണിക് പെയിനായിട്ട് മാറിയ ആൾക്കാർക്ക് അത് ഈ പറഞ്ഞ തലച്ചോറിലുണ്ടാക്കുന്ന മാറ്റങ്ങൾ കാരണം അവർക്ക് എന്താണ് ഡിപ്രഷനും ആങ്സൈറ്റിയും എല്ലാം വരും. അത് നമ്മൾ ട്രീറ്റ് ചെയ്യണം. അത് ട്രീറ്റ് ചെയ്യാൻ മെഡിക്കേഷൻ നമുക്ക് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം നമുക്ക് ഇവർക്ക് ആവശ്യമുണ്ടാകും. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരു സൈക്കോളജി എവാലുവേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം നമ്മൾ എവിടെയാണെങ്കിലും ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നമ്മളെല്ലാ ഈ ഇത്തരത്തിലുള്ള രോഗികൾക്കെല്ലാം സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും കാണുന്നതാണ്. അപ്പോൾ സൈക്കോളജിസ്റ്റ് കണ്ടു കഴിഞ്ഞ് അവരുടെ ഒരു കൃത്യമായിട്ട് എവാലുവേഷൻ ചെയ്ത് അവർക്ക് എന്താണ് ഡിപ്രഷനാണോ ആങ്സൈറ്റി ആണോ ഉള്ളത് അതിനുള്ള കോപ്പിംഗ് സ്ട്രാറ്റജീസും മറ്റുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് സൈക്കോളജിസ്റ്റ് കാണുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ കൂട്ടത്തിലുള്ള ഒരു ലിമ്പാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ മെഡിക്കേഷൻ കൊടുത്തു, ഫിസിയോതെറാപ്പി ചെയ്തു, അതിൻ്റെ കൂടെ സൈക്കോളജിസ്റ്റിനെ കാണിക്കാനുള്ള ഇത് മൂന്നാമത്തെ ലിമ്പാണ്. അതും കൂടി അതിൽ ആഡ് ചെയ്യണം. പിന്നെ നമുക്ക് വേണ്ടത് ജനറലായിട്ടുള്ള മൊത്തത്തിലുള്ള സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ രോഗിക്ക് തീർച്ചയായും വേണ്ടത് അവരുടെ ഫാമിലി സപ്പോർട്ടാണ്. അതായത് അവരുടെ സ്വന്തം ഫാമിലി എന്നുള്ള സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും ഈ ഒരു അസുഖത്തിന് നമുക്ക് തിരിച്ച് ട്രാക്കിലേക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിൻ്റെ ഒരു സപ്പോർട്ട് വേണം, അല്ലെങ്കിൽ അവരുടെ ഉമ്മമാരുടെ സപ്പോർട്ട് വേണം. അവരെല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ അവർ റിക്കവർ ചെയ്യും. പിന്നെ അവർ കഴിയുന്ന ആസ് ഏർലി ആസ് പോസിബിൾ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. അതായത് നമ്മൾ കംപ്ലീറ്റ് വേദന മാറിയിട്ട് ഞാനിത് തുടങ്ങാം, അല്ലെ എന്നിട്ട് എനിക്ക് എക്സസൈസ് ചെയ്യാം, അല്ലെ എന്നിട്ട് എനിക്ക് ജോലി ചെയ്യാം, അങ്ങനത്തെ രീതിയിലേക്ക് നമ്മളെ ഒരിക്കലും മാറ്റി വെക്കാൻ പാടില്ല. ഈ അസുഖമുള്ള ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതോട് കൂടെ തന്നെ മെല്ലെ മെല്ലെ തിരിച്ച് ട്രാക്കിലേക്ക് കയറണം. അതായത് നമ്മൾ എത്രത്തോളം പറ്റുമോ അത്രത്തോളം ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ജനറലൈസ്ഡ് ആയിട്ട് നമുക്കൊരു മനസ്സിന് ആനന്ദം കിട്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് മ്യൂസിക് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ജോഗിങ് ആയിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് എക്സസൈസ് ചെയ്യുന്നോ അല്ലെങ്കിൽ നീന്തലായിരിക്കും ഇഷ്ടം. അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ഒരു വ്യായാമ മുറയിലേക്കും അതുപോലെ തന്നെ ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റീസിലേക്കും നമ്മൾ മാക്സിമം നമ്മൾ ഇടപെടുക. അത് വരുന്ന സമയത്ത് നമുക്ക് കുറേയൊക്കെ പെയിൻ അതിൽ നിന്ന് നമ്മളെ ശരീരത്തിൽ തന്നെയുള്ള എൻഡോർഫിൻസ് ഉണ്ട്, അതായത് പെയിനുകൾ കുറയ്ക്കുന്ന കുറേ ഹോർമോണുകളുണ്ട്, അതൊക്കെ റിലീസ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ അതും കൂടി അതിന് കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെഡിസിൻസിൻ്റെ അളവ് വളരെ കുറയുന്നതാണ്. ഈ മറ്റുള്ള ലിംബുകളെല്ലാം ആക്റ്റീവായിട്ട് വരുന്ന സമയത്ത് നമ്മളെല്ലാ സൈഡും ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള മെഡിസിൻ്റെ അളവ് വളരെ കുറയുകയും നമുക്കുള്ള മാറ്റം കൂടുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുക, അതായത് പല രീതിയിലുള്ള സൈക്കോളജി, ഫിസിയോതെറാപ്പിസ്റ്റ്, മെഡിസിൻ, അതുപോലെ ഈ എക്സസൈസ് കാര്യങ്ങളെല്ലാം കൂടി വന്നിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈബ്രോമയാൽജിയ ഒരു പരിധി വരെ നമുക്ക് നോർമൽ ട്രാക്കിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ഒരു കാര്യം അറിയുക, ഇത് ഒരു വൺ ടൈം ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ല. കുറച്ച് മാസങ്ങളെടുത്ത് ട്രീറ്റ്മെൻറ്റ് എടുത്ത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മെല്ലെ മെല്ലെ തിരിച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഫൈബ്രോമയാൽജിയ. അതുപോലെ ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ ട്രീറ്റ്മെൻറ്റ് മെഡിസിൻ ആണെങ്കിലും ഫിസിയോതെറാപ്പി ആണെങ്കിലും എക്സസൈസ് ആണെങ്കിലും എല്ലാം കുറച്ച് കാലം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്കിത് നോർമലാണ്. അപ്പോൾ ഇത് മാറില്ലേ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായും മാറും. അത് ഈ കംപ്ലീറ്റ് ആയിട്ട് സീറോ പെയിൻ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതല്ല, നമുക്ക് വേദനകളൊക്കെ മാറി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക്, നമുക്ക് നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എന്നെക്കൊണ്ടുള്ള മാറ്റം. അതാണ് നമ്മളെ ഫോക്കസ്. അതായത് വേദന ഒരു പരിധി വരെ മാറ്റിയിട്ട് നമ്മൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരിക, നമ്മളെ നോർമൽ ഫാമിലി ലൈഫ് ജീവിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഫൈബ്രോമയാൽജിയൻ്റെ ഗോൾ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങൾ ഫൈബ്രോമയാൽജിയ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഇതൊരു ട്രീറ്റബിൾ ആയിട്ടുള്ള അസുഖമാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ള മനസ്സിലാക്കി അതിനുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്റ്റെപ്പ് എന്താണോ നിങ്ങൾ ഇപ്പോൾ തന്നെ മുന്നോട്ട് വെക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവരാൻ പറ്റും. മറ്റുള്ള ഒരു വിഷയവുമായി ഞാൻ വീണ്ടും വരാം. നന്ദി.